ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഘും ഗുരുഭ്യോ നമഃ. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. യസ്യാന്തം നാദിമദ്യം നഹി കരചരണം നാമ ഗോത്രം ന സൂത്രം നോ ജാതിർനൈഭവർണാൽ ന ഭവതി പുരുഷോ നാനപുംസം നജ സ്ത്രീ നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സൽഗുരും തം നമാമി. വേദാന്താർത്ഥവിഭാസകായ ഗുരവേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഘപവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹാദ്ധാന്തദിവാകരായ ഭഗവത്പാദാഭിധം ബിഭ്രതേ തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണ്ണായ ബോധാത്മനേ. ത്രിമൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യാം മന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേത് മൂകാംബികാം. ഓം പീതാംബരം കരവിരാജിതചക്രശങ്കകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. ഹരി ഓം തത്സത്. എല്ലാ സജ്ജനങ്ങൾക്കും അഭിവന്ദ്യരായ ഗുരുബോധർക്കും
സാഷ്ടാംഗ നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഒരു മഹാസത്രമായിട്ട് 41 വർഷമായി സത്രത്തിലൂടെ നാം ശ്രവിക്കൽ തുടങ്ങിയിട്ട്. സത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ശാസ്ത്ര വിശകലനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. യുക്തിപരമായ ദർശനങ്ങളിലൂടെ തത്വ സമീക്ഷാ സ്വരൂപത്തിലൂടെ ഭാഗവതത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സത്രത്തിൻ്റെ ലക്ഷ്യം. ആ സത്രത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. 12 സ്കന്ധങ്ങളിലൂടെ ദശലക്ഷണപ്രോക്തമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ പാരമ്യതയിൽ ശുഗമുഖാത് അമൃതദ്രവ സംയുതം ശുഗമഹർഷിയുടെ അനർഘള നിർഘളമായിട്ടുള്ള വദനാംബുജങ്ങളിൽ നിന്ന് ശ്രീ പരീക്ഷിത്ത് ശ്രവിക്കുകയുണ്ടായി. അനുഭവസമ്പന്നനായിട്ടുള്ള ഉത്തമ ഗുരു നല്ല ശിഷ്യന് നൽകേണ്ടുന്ന പരമമായിട്ടുള്ള ജ്ഞാനമാണ് ഇനി പറയാൻ പോകുന്ന ബ്രഹ്മോപദേശം എന്ന അധ്യായത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഉപദേശശ്രവണമാണ് ഇപ്പോൾ ശ്രീ പരീക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉപദേശശ്രവണം. ആ ഉപദേശശ്രവണത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് നമ്മൾ ഉപദേശശ്രവണത്തിലൂടെ ഭാഗവതാദി പുരാണങ്ങൾ ശ്രവിക്കുന്നത്, ഇതിഹാസങ്ങൾ ശ്രവിക്കുന്നത് എന്നാണെങ്കിൽ, ജീവാത്മാ പരമാത്മാ ഐക്യരൂപമായ സായുജ്യ മുക്തിയെ നേടിയെടുക്കുവാനാണ്. ശ്രദ്ധിച്ചോളൂ, ജീവാത്മാ പരമാത്മാ ഐക്യരൂപമായ സായുജ്യ മുക്തിയെ നേടിയെടുക്കാനാണ് ഉപദേശശ്രവണം നാം സ്വീകരിക്കുന്നത്. ഇവിടെ നാം ഓരോരുത്തരും തന്നെയാണ് പരീക്ഷിത്ത്. ഭാഗവതം കേൾക്കാൻ ആരാണ് ഉത്തമാധികാരി? പരീക്ഷിത്തിനെ പോലെയുള്ളവർ എന്നാണ് പറയുന്നത്. പരീക്ഷിത്ത് എന്നല്ല, പരീക്ഷിത്തിനെ പോലെയുള്ളവർ, അല്ലേ? എന്താ, സംസാരത്തിൽ നിന്ന് വിരക്തി വന്നവരാണ് ശ്രീമദ് ഭാഗവതം ശ്രവിക്കേണ്ടത്, അല്ലെങ്കിലോ ശ്രവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട നേട്ടം. ഇതിന് സഹായകമായിട്ടുള്ള എന്ന് വെച്ചാൽ ജീവാത്മ ഐക്യസ്വരൂപേണ ആ ഉപദേശ ശ്രവണത്തിൽ കൊണ്ട് സായുജ്യ മുക്തിയിലേക്ക് എത്തിക്കുന്ന മഹാവാക്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലെ ബ്രഹ്മോപദേശത്തിലൂടെ നമുക്ക് തരാൻ പോകുന്നത്. ആ 4 വാക്യങ്ങളെയാണ് ബ്രഹ്മോപദേശം അന്വർത്ഥമാക്കുന്നത്. ഐതിരോപനിഷത്ത്, ഋഗ്വേദ അന്തർഗതമായിട്ടുള്ള ഐതിരോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മഃ എന്ന മഹാവാക്യത്തെയും, മാണ്ഡൂക്യോപനിഷത്തിലെ എന്ന് വെച്ചാൽ അഥർവണ വേദ ഭാഗമായിട്ടുള്ള മാണ്ഡൂക്യോപനിഷത്തിലെ അയം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യത്തെയും, ഛാന്തോക്യോപനിഷത്തിലെ എന്ന് വെച്ചാൽ സാമവേദ അന്തർഗതമാണ്, ആ സാമവേദ അന്തർഗതമായിട്ടുള്ള ഛാന്തോക്യോപനിഷത്തിലെ തത്വമസി എന്ന മഹാവാക്യത്തെയും, ശുക്ല യജുർവേദത്തിലെ യജുർവേദ അന്തർഗതമായിട്ടുള്ള ബൃഹദാരണ്യോപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെയുമാണ് പ്രജ്ഞാനം ബ്രഹ്മഃ അയമാത്മാ ബ്രഹ്മഃ തത്വമസി അഹം ബ്രഹ്മാസ്മി. ഈ 4 മഹാവാക്യങ്ങളെയാണ് ബ്രഹ്മോപദേശത്തിലൂടെ ആ ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഭാഗവതം തരുന്നത്. കാരണം എന്താണ്? ഇത്ര ദിവസം അല്ലേ, അദ്വൈതമേവ പരമാർത്ഥതയി വിവേകതു അംഗീകൃതദ്വിപനരാകൃതി സന്നിവേശ അദ്വൈതഗോചരമശേഷ വിശേഷമന്ധ
ആവിഷ്കരോതു വരദോ മമ വിഘ്നരാജക. ആ വിഘ്നേശ്വരനെ നമിച്ചുകൊണ്ട് അദ്വൈത വേദാന്ത സാരമായിട്ടുള്ള ഭാഗവതമാണ്. ആ ഭാഗവതത്തിലെ കഥയിലൂടെ പുംസാം ഏകാന്തത ശ്രേയ തന്ന ശംസിതുമർഹസി, പരമശ്രേയസിനുള്ള വഴി എന്ത് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത് ശ്രീമദ് ഭാഗവതം. ആ പരമശ്രേയസിനുള്ള വഴിയിലേക്ക് ഇതുവരെയുള്ള കഥയിലൂടെ വേദാന്ത തത്വങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി ശിഷ്യനായിട്ടുള്ള പരീക്ഷത്തിനെ എത്തിച്ചു. അപ്പോൾ ആ പരീക്ഷത്ത് രാജർഷിക്ക് ലഭിച്ച തക്ഷക ദംശന ഭീതിയെ ഇനി ഈ 4 മഹാവാക്യങ്ങളെ കൊണ്ട് ഗുരുനാഥന് മാറ്റിയെടുക്കണം. അതാണല്ലോ ഗുരുനാഥൻ, അല്ലേ? സംസാര ദുഃഖത്തിൽ നിന്ന് ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം ശിഷ്യനിൽ വരുത്തുന്നവനാണ്. സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്നവനാണ് ആര്? ഈശ്വരൻ. ഈശ്വരോ ഗുരു ആത്മേതി മൂർത്തി ഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നു. ആ പരമേശ്വരൻ, ആ പരബ്രഹ്മ പൊരുൾ തന്നെ ഇവിടെ ഗുരുനാഥനായിട്ട് വർത്തിച്ചു. ആ ഗുരുനാഥൻ പരബ്രഹ്മോപദേശത്തിലൂടെ ഇതാ സകല സംശയങ്ങളും തീർക്കുകയാണ്. ബ്രഹ്മോപദേശത്തിലൂടെ അത്രാനുവർണിതേ വിഷ്ണു വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രജാ പ്രസാദജോ ബ്രഹ്മ രുദ്ര ക്രോധസമുത്ഭവ. ആദ്യം തന്നെ ഭഗവാനെ ആദ്യത്തെ ശ്ലോകത്തിൽ വിശ്വാത്മൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചു. ഭഗവാനെ വിശ്വാത്മനായിട്ട് കാണണം എന്നാണ് അർത്ഥത്രയേ ഉള്ളൂ. അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, ബ്രഹ്മാവോ രജോ ഗുണപ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവോ തമോ ഗുണപ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്രോധത്തിൽ നിന്ന് സംഹർത്താവായിട്ടുള്ള രുദ്രനും ഉണ്ടായോ? ആ ഭഗവാൻ തന്നെയാണ് വിശ്വാത്മാവ്. ആ അതാണ് നമ്മൾ ധാരണ ചെയ്യേണ്ട പാഠം. ഭാഗവതം കൊണ്ട് നാം ധാരണ ചെയ്യേണ്ടത് ആ ഗുരുപവനപുരിയിൽ ശ്രീലകത്തങ്ങനെ വാഴുന്ന ആ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ, ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ആ പരമ്പൊരുളായിട്ടുള്ള ജഗദീശ്വരൻ അല്ലെങ്കിൽ വിശ്വാത്മൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ വിശ്വാത്മൻ? സഹസ്രശീർഷവധന സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പുരുഷ സൂക്തത്തിൽ, അല്ലേ? ഈ വിശ്വത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൽ, ആ ധ്യാന ശ്ലോകത്തിൽ തന്നെ നമ്മൾ പഠിച്ചുപോയി. ജന്മാദി അസ്യ ഏതാ അന്വയാദിതരത, അല്ലേ? ഏതൊന്നിൻ്റെ ചേർച്ച കൊണ്ടാണോ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഏതൊന്നിൻ്റെ ചേർച്ച കൊണ്ടാണോ ഈ പ്രപഞ്ചം ഏതൊന്നിൻ്റെ ശക്തി കൊണ്ടാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ആ പ്രളയാന്തത്തിൽ ഏതൊന്നിലാണോ ഈ ജഗത്ത് ലയിക്കുന്നത്, ആ ലയിക്കുന്ന പരമമായ വസ്തുവിനെ വിശ്വാത്മൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? അപ്പോൾ ഭഗവാനെ വിശ്വാത്മാവായിട്ട് കാണണം എന്ന പാഠം പഠിപ്പിച്ചു. വീണ്ടും അതിനെ തന്നെ ഇവിടെ എടുത്തു പറഞ്ഞു. ഭഗവാൻ വിശ്വാത്മനാണ് എന്നാണെങ്കിൽ ആ ബോധം നമ്മളിൽ നിന്ന് മറയുന്നത് കൊണ്ടാണ് ജഗത്ത് വേറെ ബ്രഹ്മം മറ്റൊന്ന് എന്ന് നമുക്ക് തോന്നൽ വരുന്നത്. ജഗത്ത് മിഥ്യ, ബ്രഹ്മം സത്യം എന്ന വിശിഷ്ട അദ്വൈത സിദ്ധാന്തം നമ്മളിൽ ഉറയ്ക്കണം. എന്താ ഉറയ്ക്കാതിരിക്കാൻ കാരണമെന്നാണെങ്കിലോ ശ്രുതിയിൽ പറയണു, അജ്ഞാന വിസ്ഫുര അനേക വിതത ആത്മഭേദ അജ്ഞാനമാശ്രിതവത സുലഭാ നമുക്തി. അതുകൊണ്ടാണത്രേ നമുക്ക് ഭഗവാനെ വിശ്വാത്മാവായിട്ട് കാണാൻ കഴിയാത്തത്. വിശ്വത്തിൻ്റെ ആത്മാവായിട്ട് എന്ന് വെച്ചാൽ വിശ്വം തന്നെയാണ് ഭഗവാൻ. ഇവിടെ കാണുന്ന സകല ചരാചര വസ്തുക്കളും ആരു തന്നെ? ഭഗവാനാണ്. അതാണ് ഭക്തി. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നിനെ കണ്ടാലും അതെന്തല്ല? ഭക്തിയല്ല. കുറേ നാരായണനാമം ജപിച്ചു, കുറേ ഭാഗവതം വായിച്ചു, കുറേ നാരായണീയം വായിച്ചു, മറ്റ് പുരാണ ഇതിഹാസങ്ങൾ കേട്ടു, സത്രത്തിൽ 12 ദിവസവും ഇരുന്നു, കാര്യമില്ല. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ആ വിശ്വാത്മാവാണ്, അല്ലേ? ഈശാവാസ്യം ഇതം പുണ്യം എന്നുള്ള ഈശാവാസ്യോപനിഷത്തിലെ ആ മന്ത്രത്തെ സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ ആത്മാവ് ഒന്നേ ഉള്ളൂ, ബ്രഹ്മവും ആത്മാവും ഒന്നു തന്നെയാണ്. അത് ഏകമാണ്, അഖണ്ഡമാണ്,
സർവത്ര പൂർണ്ണമാണ്. ആ ആത്മാവ് പലതായി തോന്നപ്പെടുന്നുണ്ട് നമുക്കൊക്കെ. എന്താണ് അതിന് കാരണം? അജ്ഞാനമാണ് ആത്മാവ് പലതായി തോന്നപ്പെടുവാനുള്ള കാരണം. ആ അജ്ഞാനത്തിനെന്താ? കഥയൊന്നും നമുക്ക് പറയാനില്ല ഈ അധ്യായത്തിൽ കേട്ടോ. ആ അജ്ഞാനത്തിനെന്താ കാരണം? മായ അല്ലേ? ആ മായയ്ക്ക് എന്താ കാരണം? അവിദ്യ. അവിദ്യയ്ക്ക് എന്താ കാരണം? ഭഗവാനെ വേറിട്ട് കാണുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മളിൽ നിന്ന് വേറിട്ട് കാണലങ്ങോട്ട് നിന്നാൽ നമ്മളുടെ സകല അവിദ്യകളും നശിക്കും. എത്ര സിമ്പിൾ. ഭഗവാനെ എൻ്റെ ഉണ്ണിയായി കാണുക, ഭഗവാനെ എൻ്റെ ഭർത്താവായി കാണുക, ഭഗവാനെ എൻ്റെ അമ്മാവനായി കാണുക, ആ ഗുരുവായൂരപ്പനെ എല്ലാമായിട്ട് കാണുക. അപ്പോൾ ആ ബോധം എന്തായി? വിശ്വാത്മനായിട്ടുള്ള ഭഗവാനിൽ തന്നെയുള്ള അഭിന്നമായിട്ടുള്ളൊരു ശക്തിയാണ് മായ. ആ മായ നമ്മളിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോവും. എന്താ ഉദാഹരണം പറയാ? അഗ്നിയിൽ നിന്ന് അല്ലേ ചൂട് ഭിന്നമല്ലാത്തതുപോലെ അത് നമ്മൾ അഗ്നിയിൽ നിന്ന് ഭിന്നമാണോ ചൂട്? അല്ല, അഗ്നിയിൽ തന്നെ ഉള്ളതാണ്. സമുദ്രത്തിലെ ജലത്തിൽ നിന്ന് ഭിന്നമല്ലായത് അതിലെ തിരമാലകൾ എന്ന പോലെ അല്ലേ അഭിന്നമായൊരു ശക്തി. ആ ശക്തി മായയാണ്. ആ മായയെ നേരിടാൻ ഒരേ ഒരു നിമിനവയോഗി സംവാദത്തിലൂടെയൊക്കെ നമ്മൾ പഠിച്ചു. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവിദ്യാനാശം. വിശ്വാത്മാവായിട്ടുള്ള ശ്രീഹരിയിൽ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അങ്ങേക്ക് ഇത്രയും ദിവസമായിട്ട് ഭക്തി വളർന്നു കഴിഞ്ഞു, ഇനി അങ്ങേക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങേക്ക് ഇപ്പോൾ ഭഗവാനെ വിശ്വാത്മാവായിട്ട് കാണാൻ കഴിയുന്നില്ലേ? എന്താ ഭഗവാനെ ഹരിന്ന് വിശേഷിപ്പിച്ചത് ഇവിടെ? അതിനും കാരണമുണ്ട് അല്ലേ? ഭഗവാന് തന്നെ 6 ഗുണങ്ങളുണ്ട്. താപത്രയങ്ങളെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെ 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങളും ഒത്തിണങ്ങിയ യഥാർത്ഥത്തിൽ ഭഗവാനെ പറയണത് 32 ഗുണങ്ങളാണ് ശാസ്ത്രം പ്രതിപാദിക്കുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ പരിപൂർണനാണ്. ആ പരിപൂർണനായിട്ടുള്ള ഭഗവാനെ അല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വാത്മൻ എന്നല്ലാതെ വിളിക്കുക? അതുകൊണ്ട് ആ വിശ്വാത്മബോധം അങ്ങയിൽ വളർന്നു. ഇനി അങ്ങ് പേടിക്കണ്ട. ഈ ജഗത്തിൽ നിന്ന് മറ്റൊന്നും തന്നെ എന്തല്ല, ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല, മനസ്സിലാക്കിക്കോളൂ. ഈ ആത്മതത്വത്തെ അങ്ങ് ഉറപ്പിക്കുക. എങ്ങനെ? ദേവീ ഹേഷ ഗുണമയി മമമായാധുരത്യയ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മാമേവ ഏ പ്രബന്ധ്യന്തേ മായാമേതം തരന്തിതേ എന്ന്. വീണ്ടും മായയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ മായയെ മറികടക്കാനാണ് ഇത്രയും ദിവസമായിട്ട് ഞാൻ അങ്ങേക്ക് ഭാഗവതം ഉപദേശിച്ചത്. പരമാത്മാവായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിച്ചാലേ അത് സാധ്യമാകൂ. ആയതിന് ഭക്തി വളരണം. ആ ഭക്തി ഭാഗവതത്തിലൂടെ വേണ്ടുവോളം കിട്ടി. ബ്രഹ്മാവ് രജോ ഗുണവൃത്തിയിൽ നിന്നും രുദ്രൻ തമോ ഗുണവൃത്തിയിൽ നിന്നും ഉത്ഭവിച്ചവരാണെന്ന് സാരം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒന്നേ വേണ്ടൂ ഏതൊരാൾക്കും. അല്ലേ? ഏതാ പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്തി പുനാതിമന്നിഷ്ഠ സ്വഭാഗാനഭിസംഭവ. ഭക്തി വർദ്ധിച്ചാൽ ചണ്ടാളനും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരും, ബ്രഹ്മഭാവത്തിലേക്ക് ഉയരും. ആ ഭക്തി ഒന്നേ നമ്മളിലൊക്കെ വളരണ്ടു. അങ്ങനെ അനുവർണ്യതയെന്ന് അവസാനം വെച്ചു ആ ശ്ലോകത്തിൽ. എന്താ? പലപ്പോഴായിട്ട് ഞാൻ അങ്ങേക്ക് ഈ ഭാഗവതം ഉപദേശിച്ചു. അതുകൊണ്ട് ഇനി അങ്ങ് യാതൊരു പേടിയും പേടിക്കണ്ട. അടുത്ത ശ്ലോകം തുടങ്ങി. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാത പ്രാഗഭൂത്യോധ ദേഹവത്വം ന നക്ഷ്യസി. അല്ലേ? അങ്ങ് എന്തിനാ പേടിക്കണം? അങ്ങ് എല്ലാവർക്കുള്ള പേടി എന്താ? അങ്ങേക്ക് പേടിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. പരീക്ഷത്തിന് പേടിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. പിന്നെ ആർക്കാ? നമ്മളെ പോലുള്ള ലൗകികർക്ക് പേടിയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു തരികയാണ്, നല്ല ഉപദേശം. അവിവേകമാണ് ഇതിനൊക്കെ കാരണം. പശുബുദ്ധി മിമാം ജഹി, മൃഗതുല്യമായ ബുദ്ധിയെ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ അവിവേക ബുദ്ധിയെ ഒഴിവാക്കുക. ഞാൻ ശരീരമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ, ശരീരത്തിൽ നിൽക്കുമ്പോഴാണ് എന്തുള്ളൂ? മരണം ഉള്ളൂ. ശരീരത്തിൽ നിന്ന് വിട്ടകന്നാലോ മരണമില്ല. അല്ലേ? ആ മരണത്തെയും എന്താക്കി മാറ്റാം? സുന്ദരമാക്കി മാറ്റാം. കാരണം അങ്ങ് ഏതൊന്നും മുമ്പില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ജനിച്ചവനല്ല എന്നുള്ള ബോധ്യം ഭാഗവതത്തിലൂടെ വരുത്തുക.
ഭാഗവതത്തിലൂടെ അതാ വരുത്തേണ്ടത്. ഞാൻ ജനിച്ചവനല്ല എന്നുള്ള ബോധ്യം വരണം. ഞാൻ ജനിച്ചതല്ലാത്തത് കൊണ്ട് ഞാൻ മരിക്കുന്നും ഇല്ല എന്നുള്ള ബോധ്യം വരണം. അല്ലാതെ ഭാഗവതം ഉപാസിച്ചിട്ട് കാര്യമില്ല. വീണ്ടും സംസാരത്തിലേക്ക് വഴുതി വീണിട്ട് കാര്യമില്ല. അതാ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ത്വംതു രാജൻ മരിഷ്യേതി പശുബുദ്ധി മിമാം ജഹി. മരിച്ചു പോകുന്നുള്ള ആ ഒരു തോന്നൽ അങ്ങോട്ട് വിട്ടോളൂ. അതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പില്ലാതിരുന്ന ഈ ദേഹം നശിക്കും. മുമ്പേ ഉണ്ടായിരുന്ന ആത്മാവ് നശിക്കുകയും ഇല്ല. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്ന ആത്മാവ് തന്നെയാണ് ആര്? അങ്ങ്. നമ്മളോട് പ്രഥമ സ്കന്ധത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലേ? 19-ാം സ്കന്ധത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ഗുരുനാഥനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയോട് എന്താ ചോദിച്ചത്? പുരുഷസ്യേഹ യൽക്കാര്യം മ്രിയമാണസ്യ ദേഹിന എന്നാണ് ചോദിച്ചത് അല്ലേ? ഒന്നും കൂടി ചോദിച്ചു. യത് ശ്രോതവ്യം യഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. ആരെ സ്മരിക്കണം, ആരെ ഭജിക്കണം, ആരെ കീർത്തിക്കണം? ഗുരുവായൂരപ്പനെ എന്നല്ല പറഞ്ഞ്. അവിടെ ഒരു മൂർത്തിയുടെ പേരൊന്നും പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? അന്തേ നാരായണ സ്മൃതി ജന്മലാഭ പരം പുംസ അന്തേ നാരായണ സ്മൃതി. നാരായണൻ തന്നെയാണൊക്കെ. അത് ഗുരുവായൂരപ്പനായിക്കോട്ടെ, പെരുന്തട്ട മഹാദേവരായിക്കോട്ടെ, ആരോ ആവട്ടെ. പക്ഷെ നമ്മളിൽ എന്താവണം? ഒന്നാവണം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപദമുണ്ടാവതല്ല മമ. പറ്റിയ തെറ്റതാണ്. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ അല്ലേ? മേൽപ്പത്തൂരിനെ കൊണ്ട് പാടിപ്പിച്ചു ഭഗവാൻ, ചൊല്ലിപ്പിച്ചു ഭഗവാൻ. ഭഗവാനെ ഞാൻ എത്ര അലഞ്ഞു അല്ലേ? എന്നിൽ തന്നെയുള്ളതിനെ അന്വേഷിച്ച് ഞാൻ എത്ര അലഞ്ഞു പോയി. എന്തിനലഞ്ഞു? അപ്പോൾ അവനവനിൽ തന്നെയുള്ള ആ നാരായണ മൂർത്തിയെ, ആ ആത്മാവിനെ അങ്ങോട്ട് ഉറപ്പിക്കുക നിത്യം. അതിനാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അനുവർണ്യത എന്നുള്ള പാഠഭേദം വെച്ചത്. അതൊരു പാഠഭേദമാണ്. ആ പാഠഭേദം വെക്കാൻ തന്നെ കാരണം അതാ. നമ്മളും ഇതുപോലെ അനുവർണ്യത. എന്താ അനുവർണ്യത? എപ്പോഴും സെക്കൻഡ് വെച്ച് ഒരു നിമിഷം ഒഴിവില്ലാതെ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. അന്ത്യനാളിൽ എന്നാൽ നാരായണ സ്മൃതി വളരും. അതിനായി ശ്രീഹരിയുടെ അഭയപദം നേടാം. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? നമ്മളെ ആശ്രയമുക്തിയിലേക്ക് എത്തിക്കുകയാണ്. അതിനെന്തേ വേണ്ടു എന്നാണ് ഭാഗവതം ആദ്യം തന്നെ പറഞ്ഞത്? ശ്രീഹരിയുടെ കഥകളെ കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? നീ ജനിച്ചിട്ടില്ല, നീ മരിച്ചിട്ടില്ല, നീ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് നീ മരിക്കുന്നുമില്ല. അപ്പോൾ ആരാ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്ന് സൂചിപ്പിക്കുകയാണ്. ആരാണ്? മൃഗപ്രായന്മാരാണ് ഇതിനെക്കുറിച്ച് ഓർക്കുക അല്ലേ? ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തന്നത് എന്താ? ഭഗവാൻ പോലും ശരീരം ധരിച്ചു. പക്ഷേ അവസാനം അദ്ദേഹവും അത് ഉപേക്ഷിച്ചു. ഭഗവാന് തൻ്റെ ശരീരം നിലനിർത്തായിരുന്നില്ലേ? എന്തേ നിർത്താത്ത? മക്കളെയും മരുമക്കളെയും കുട്ടിയോളെയും ചാട്ടിയോളെയും ഒക്കെ ഭഗവാൻ ഒഴിവാക്കി. എന്തേ ഒഴിവാക്കിക്കാൻ കാരണം എന്നാണെങ്കിൽ ഭഗവാൻ അറിയാം, ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കേണ്ടതല്ല എന്നുള്ളത് ആർക്ക് തോന്നും? ലൗകികർക്ക് തോന്നും. അവൻ ആ കെട്ടുപാടിൽ തന്നെ പെട്ട് ഉഴലുകയും ചെയ്യും. അപ്പോൾ കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ഭത കളരിയുതായിരുന്നു മരണം വരുമതിനെന്നു നിനച്ചിഹ കരുതുക സതതം നാരായണ ജയ. ഈ ബോധം ഉണ്ടാക്കണം അല്ലേ? മരണമുണ്ട്. ദ്വിതീയ സ്കന്ധത്തിൽ നമുക്ക് പറഞ്ഞു എത്രയെത്ര മരണങ്ങൾ മുന്നിൽ കണ്ടു, എത്ര കൊണ്ടുപോയി, എന്നിട്ടും മനസ്സിലായിട്ടില്ല. എന്ത്? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണാതി നരോപരാണി തഥശരീരാണി വിഹായ ജീർണാത് അന്യാനി സംയാതി നവാനി ദേഹി. ഒരു പഴയ വസ്ത്രം ഉപേക്ഷിച്ച് ഒരു പുതിയ വസ്ത്രത്തെ സ്വീകരിക്കുന്നത് പോലെ ഉള്ളൂ എന്ത്? ഈ ദേഹം. ഈ ദേഹത്തിൽ വലിയ ഒട്ടലൊന്നും വേണ്ട, ഒഴിവാക്കിക്കോ. ഭാഗവതം കേട്ടിട്ടും പിന്നെ ഈ ഒട്ടൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്താവും? നമ്മൾ മൂഢന്മാരാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. ദേഹത്തിനോട് അഭിമാനമുണ്ടോ അവൻ മൂഢൻ. അതുകൊണ്ട് ശരീരത്തിൻ്റെ ലയം നമ്മുടെ ലയമല്ല, മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ മരണമല്ല. ഓരോരുത്തരുടെയും ലയം എവിടെയാണ് സംഭവിക്കുന്നത്? സ്വരൂപത്തിലാണ് സംഭവിക്കുന്നത്, മറ്റെവിടെയല്ല.
നാം ശരീരമല്ല ആത്മാവാണ് എന്ന് ഇവിടെ ഉറപ്പിക്കുകയാണ്. ഭഗവത്ഗീത ശ്ലോകം വളരെ വ്യക്തം. നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ കൊച്ചിൽ, അല്ലേ? ഉഭയോരഭി ദൃഷ്ടുവാന തനയോ തത്വദർശിബി. ഇതിനെന്ത് വേണം? ആ തത്വം അങ്ങോട്ട് ഉറയ്ക്കണം. ആ ആത്മതത്വം അങ്ങ് ഉറപ്പിച്ചോളൂ. അങ്ങ് തന്നെ ആര്? ആത്മാവ്. ഇതിൽ നിന്ന് എന്ത് വേണ്ട? വ്യതിരിക്തത, വേർപിരിയൽ വേണ്ട. അത് ഉറപ്പിക്കൂ. വീണ്ടും പറഞ്ഞു കൊടുത്തു, അങ്ങ് പുത്രപൗത്രാദി രൂപങ്ങളോട് കൂടിയവനായിട്ട് ഒരിക്കലും ഭവിച്ചിട്ടില്ല, ഒരിക്കലും ജനിച്ചിട്ടില്ല. അങ്ങ് വിത്തും മുളയും എന്ന പോലെ, വിറകിലെ അഗ്നി എന്ന പോലെ അങ്ങ് ദേഹാദികളിൽ നിന്ന് വ്യതിരിക്ത വേറിട്ടവനാകുന്നു എന്നാണ്. നമ്മൾക്ക് എപ്പോഴും ഉള്ളൊരു തോന്നലെന്താണ്? ജന്മദുഃഖം, ജരാദുഃഖം, അല്ലേ? ജനിച്ചാലും ദുഃഖം, ശരീരത്തിന് മാറ്റങ്ങൾ വന്നാലും ദുഃഖം, ജായാദുഃഖം പുനഃപുന. എന്താപ്പം ഇല്ലാത്തത് എന്നാ? എല്ലാം ദുഃഖമാണ്. സംസാര സാഗര ദുഃഖം. തസ്മാത് ജാഗ്രത ജാഗ്രത എന്നാണ്. കേട്ടിട്ടില്ലേ ഇത്? ഈ ശ്ലോകം എന്താണ്? ജന്മദുഃഖം, ജരാദുഃഖം. ജനിച്ചാൽ ഇതുണ്ട്, മാറ്റാൻ പറ്റില്ല. ജായാദുഃഖം പുനഃപുന, വീണ്ടും അതുണ്ടായിക്കൊണ്ടേയിരിക്കും. പോയാൽ പിന്നെയും വരും, അല്ലേ? കർമ്മങ്ങൾ അവശേഷിച്ചില്ലെങ്കിൽ സംസാര സാഗര ദുഃഖം ഇങ്ങോട്ട് വരുന്നത് തന്നെ എന്താണ്? ദുഃഖമാണ്. അതിനാണ് എന്നും രാവിലെ ചൊല്ലുന്നത്. എത്ര കാലമായി ചൊല്ലൽ തുടങ്ങിയിട്ട്? എന്ത്? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. ചൊല്ലാതെ ആയി വരണം എന്നാണ്. ഇത് ചൊല്ലേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. അവിടേക്ക് എത്തണം. അതിനെന്ത് വേണം? തസ്മാത് ജാഗ്രത ജാഗ്രത. എപ്പോഴും ജാഗ്രത പുലർത്തണം. എന്താ ജാഗ്രത പുലർത്തണം? ദേഹമേ ഉണ്ടായിട്ടുള്ളൂ. ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീര തത്രന്ന മുഹ്യതി എന്നും ഭഗവത്ഗീതയിൽ. ദേഹത്തിനല്ലയോ അർജുന മാറ്റങ്ങൾ സംഭവിക്കും. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം മുതലായതവൾ. അത് ദേഹത്തിനേ ഉള്ളൂ, ദേഹത്തിലെ കലകൾക്കേ ഉള്ളൂ. എന്നാൽ ആത്മാവിന് ഇല്ല. ഇത് തന്നെയാണ് ശങ്കരാചാര്യരും നമുക്ക് ഭജഗോവിന്ദത്തിൽ പാടി തന്നത്. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം. ഈ ബോധം മാറണമെങ്കിൽ എന്ത് വേണം? നോക്കിക്കോളൂ. ഇതാ മഹാഭാരതത്തിൽ ചില കഥാപാത്രങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ഭാഗവതത്തിലൂടെയും കണ്ടു. ആരൊക്കെ? ഭീഷ്മർ ഒന്ന്, അല്ലേ? അടുത്തത് ദ്രോണർ. ഭഗവാന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കർണൻ. ഇവരൊക്കെ എന്താ ചെയ്തത്? അവരെ വധിക്കാനുള്ള ഉപായം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തവരാ. എന്നെ ഇങ്ങനെ വധിക്കാം, എന്നെ ഇങ്ങനെ വധിക്കാം, എന്നെ ഇങ്ങനെ വധിക്കാം. മൂന്നാളും പറഞ്ഞു. ഇതാണ് സനാതനധർമ്മങ്ങളുടെ ശക്തി. അത് എവിടുന്ന് കിട്ടി? ഞാൻ ദേഹമല്ല എന്നുള്ളതിന് കിട്ടി. ആത്മാവിന് ജനനമില്ല, മരണമില്ല, ദേഹത്തിന് മാത്രം. ഉത്ഭവവും ലയവും സംഭവിക്കുന്നേ ഉള്ളൂ. ഭരതയോഗീശ്വരൻ രഘുഗണ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എന്താ പറഞ്ഞു കൊടുത്തത്? സ്തൗല്യം കാർശ്യം വ്യാദയ ആദയശ്ച ശത്രുഭയം കലിരിച്ച സുജരാജ നിദ്രാരതിർമന്യരഹം മതം ശുചോ ദേഹേന ജാതസ്യഹിമേന സന്ധി. അല്ലയോ രാജാവേ, ഈ മെലിച്ചൽ, തടിക്കൽ, ക്ഷീണം മുതലായതൊക്കെ ശരീരത്തിനേ ഉള്ളൂ, ആത്മാവിനില്ല. അതുകൊണ്ട് അങ്ങ് ശുഖബ്രഹ്മർഷി പറയാണ്, വിത്തിൽ നിന്ന് മുളയും മുളയിൽ നിന്ന് വിത്തുമുണ്ടാകുന്നത് പോലെ നീ പുത്രപൗത്രാദി രൂപത്തിൽ പിന്നെയും ജനിക്കുന്നില്ല. എന്തു പോയാൽ? സംസാര ആ ദുഃഖം പോയി കഴിഞ്ഞാൽ, മോഹങ്ങൾ അവശേഷിച്ചാൽ. അതിനാണ് ഭാഗവതം. വിത്തിൽ നിന്നും മുളയുണ്ടാകുന്നത് പോലെ ദേഹത്തിൽ നിന്നും ദേഹമുണ്ടാകുന്നുവെങ്കിലും എന്ത് ജനിക്കുന്നില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആത്മാവ് ജനിക്കുന്നില്ല. വിറകിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി വിറകിൽ നിന്നും സർവ്വതാ ഭിന്നമാവുന്നത് പോലെ അല്ലയോ രാജാവേ, നീ ശരീരത്തിൽ നിന്നും ഭിന്നമായ ആത്മാവാണ്. ഏതാത് ഭാഷ്യം? ബീജാങ്കുര ന്യായം എന്നുള്ള
ശങ്കരഭാഷ്യം ഇവിടുന്ന് വന്നതാണ്. ഭഗവാന്റെ ശങ്കര ഭഗവത്പാദരുടെ ഒരു ഭാഷ്യമാണ്, വേദാന്ത ഭാഷ്യമാണ് ബീജാങ്കുര ന്യായശാസ്ത്രത്തിൽ. അത് ഇവിടുന്ന് വന്നു. ഇനി ശ്രുതിയിൽ മാറ്റമൊന്നുണ്ട് ഇതിനെക്കുറിച്ച്. അങ്കാത് സംഭവസ്യ ഹൃദയാത് അഭിജായത ആത്മാവേ പുത്രനാമസി സജീവ ശരദം ശതം. അല്ലേ? പണ്ട് കുട്ടിയുണ്ടായ കുട്ടിയുടെ നെറുകിൽ ചുണ്ടടുപ്പിച്ച് വെച്ച് പറയും, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. ആ മന്ത്രമാണത്. എന്ന് വെച്ചാൽ എന്താ? ഒരേ ഒരു ആത്മാവ് തന്നെയാണ് പുത്രനായിട്ടും പൗത്രനായിട്ടും പുത്രിയായിട്ടും ഒക്കെ പിറവിയെടുക്കുന്നത്, മറ്റൊന്നല്ല. പിതാവ് പുത്രനാൽ പിന്നെയും പിതൃമാനായിട്ട് ഭവിക്കുന്നു. ഇത് പൂർവപക്ഷമാണ്. ആ പൂർവപക്ഷത്തിന് സമാനമായിട്ട് നിൽക്കുന്ന ഒരു ഭാവം, ആ ഭാവത്തെ ബീജാങ്കുര ന്യായം ശരീരത്തിനുള്ളതാണ്. വിത്തിൽ നിന്ന് മുള ഉണ്ടാകുന്നു എന്നുള്ളത് ശരീരത്തിന് മാത്രം ഉള്ളതാണ്, അത് ആത്മാവിനുള്ളതല്ല. ന ജായതേ മ്രിയതേ വാ കഥാചിൽ നായം ഭൂത്വാ ഭവിതാ വാനഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നു. ഇതുകൊണ്ടാണ്. അപ്പോൾ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് വേറിട്ടവനാണ് ഞാൻ എന്നുള്ള ബോധം ഏതിലൂടെ വരണം? അനുവർണ്യത. ഭാഗവതത്തിലെ അനുവർണ്യതയിൽ നിന്ന് വരണം. ഭാഗവതം നിരന്തരം പഠിക്കുന്നതിൽ നിന്ന് വരണം. ഇല്ലെങ്കിൽ എന്തില്ല? രക്ഷയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. പിന്നെ മറ്റൊരു വേദാന്ത തത്വത്തെ പ്രകീർത്തിക്കുകയാണ്. നല്ല രസമുള്ള കാര്യമാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലവർക്ക് ദിവസേന ഉണ്ടാവും ഈ പരിപാടി. ഇപ്പം എനിക്കൊക്കെ ദിവസേന ഉണ്ടാവലുണ്ട്. എന്താ അറിയോ? സ്വപ്നേ യഥാ ശിരച്ഛേദം. സ്വപ്നത്തിൽ തല പോണത് പോലെ തോന്നുക, ലോട്ടറി അടിക്കുന്നത് പോലെ തോന്നുക, സംഭവിച്ചതായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കുക. അല്ലേ? ഓണം പമ്പറൊക്കെ എത്ര പ്രാവശ്യം അടിച്ചെന്ന് അറിയും. പക്ഷേ ജാഗ്രതയിലോ ശൂന്യ. ഇതുപോലെ സ്വപ്നത്തിൽ ഒരുവൻ അവൻ്റെ ശിരസ് മുറിക്കുന്നതായിട്ട് കാണപ്പെടുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ ദേഹം സ്വപ്നദേഹമാണോ? ഇതാണ് ശ്രീ ശുഖബ്രഹ്മർഷിയുടെ ചോദ്യം. അല്ല, ദേഹം സ്വപ്നദേഹമല്ല. എന്ന് വെച്ചാൽ എന്താ? സ്വപ്നത്തിൽ കണ്ട ദേഹമല്ല, തല പോയ ദേഹമല്ല. അല്ലേ? തല പോയിട്ടില്ല ഇവിടെ ജാഗ്രതയിൽ. അതിനെയാണ് സ്വപ്നദേഹം എന്ന് പറയുക. ഇനി അടുത്തത് ഏതാണ്? ജാഗ്രതയിലും ശരീരം. അപ്പോൾ നമ്മൾ മരണത്തോടു കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ജാഗ്രതയിൽ ശരീരം നശിക്കുന്നു എന്ന് കാണുന്നു, അല്ലേ? പക്ഷേ ജാഗ്രതയിൽ ശരീരം നശിക്കുന്നു എന്ന് കാണുന്നു എങ്കിലും അവിടെ നാശം എന്തിനല്ല? ആത്മാവിന് അല്ല. പിന്നെ എന്തിനാ? ആത്മാവിനും ജനനമില്ല, അതുകൊണ്ട് മരണമില്ല. ജന്മാദി വികാരങ്ങൾ ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ജന്മാദി വികാരങ്ങൾ ദേഹധർമ്മങ്ങളാണ്. അപ്പോൾ ജന്മാദി വികാരങ്ങൾ ദേഹധർമ്മങ്ങളാണെന്ന് ഉറപ്പിക്കുകയാണ് 4-ാമത്തെ ശ്ലോകത്തിലൂടെ. ഈ ഉറയ്ക്കലാണ് നമ്മളിലും വേണ്ടത്. അല്ലാത്തത് വേണ്ടാന്നാ. അല്ലാത്തത് വേണ്ട. സ്വപ്നത്തിൽ അറിഞ്ഞ മരണം ജാഗ്രതയിലില്ല. ഇപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് ദേഹമുണ്ട്, ദേഹാഭിമാനമുണ്ട്, ലജ്ജയുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഒക്കെ ഉണ്ട്, ഇല്ലേ? എന്നാൽ ഉറക്കത്തിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. ദേഹത്തെക്കുറിച്ച് അറിയുന്നേ ഇല്ല. അതുകൊണ്ടാണ് വേദാന്തികൾ പറയണത് ഈ ദേഹം ഇല്ല, നീ എന്തിനാ ദേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നത് എന്നാണ്. ദേഹം വിട്. ദേഹം എന്ന ബോധം വിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് വരൂ. നമ്മളുടെ മുമ്പിൽ തന്നെ നമുക്ക് എന്നും തെളിവാണേ. എന്നും ഒരു നൈമിത്തിക പ്രളയമുണ്ട് നമ്മളിൽ, അല്ലേ? ഉറക്കം. ആ ഉറക്കത്തിൽ ഈ വക യാതൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ ഉള്ളതാണെങ്കിൽ അനുഭവിക്കണ്ടേ? ലജ്ജ അനുഭവിക്കണ്ടേ? വിശപ്പ് അനുഭവിക്കണ്ടേ? ദാഹം അനുഭവിക്കണ്ടേ? ഒക്കെ അനുഭവിക്കണം, അല്ലേ? നമ്മൾ ആരെങ്കിലും അനുഭവിക്കാറുണ്ടോ? ഉണർന്നാൽ എന്തായി? അയ്യോ എനിക്ക് ദാഹിക്കണു, കുറച്ച് വെള്ളം കുടിക്കണം, അല്ലേ? അയ്യോ എനിക്ക് വിശക്കണു, നേരെ 8:30 2 ഇഡ്ഡലി കഴിക്കണം, നമ്മൾ പറയൽ തുടങ്ങി. അപ്പോൾ ഈ ദേഹ വികാരങ്ങളൊക്കെ വരും. അതുപോലെ ഉണർന്നിരിക്കുന്നുള്ള സമയത്തെ ശരീരത്തെയും
അറിയുന്ന അറിവാണ്, ശങ്കരഭാഷ്യയാണ്, ആത്മാവ്. എങ്ങനെ? ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ശരീരത്തെയും അറിയുന്ന അറിവാണ് ആത്മാവ്. ആ ആത്മാവാണ് നീ. അല്ലയോ പരീക്ഷത്തെ, അങ്ങേക്ക് നാശമില്ല എന്ന് ഉറപ്പിച്ചോളൂ. എത്ര പ്രാവശ്യം ഓരോ ശ്ലോകങ്ങളിലും പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവായ അങ്ങ് ജനനവും മരണവും ഇല്ലാത്തവനാണെന്ന് തീർച്ചപ്പെടുത്തുക. ഓരോരുത്തരും ഉറക്കത്തിൽ അനുഭവിക്കുന്ന ശൂന്യത അവിദ്യ. ആ അവിദ്യ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. മനസ്സ് വികസിക്കുമ്പോഴാണ് സ്വപ്നാവസ്ഥ ഉണ്ടാകുന്നത്. ആ മനസ്സിൻ്റെ വികാസം എവിടേക്ക് തിരിച്ചു വിട്ടാൽ മതി? ഭഗവാനിലേക്ക്, ഗുരുവായൂരപ്പനിലേക്ക് തിരിച്ചു വിട്ടാൽ മതി. അതിനെന്ത് വേണം? അനുവർണ്യതേ. ആ പദം വിടരുത്. യത് ഭവതി യത് ഭാവയതി തത് ഭവതി എന്ന ഉപനിഷത്ത് വാക്യം. എന്താണോ നമ്മൾ സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അത് തന്നെയാവും. അപ്പോൾ നമ്മൾ എന്ത് ഉറപ്പിച്ചാൽ മതി? സദാസമയം ഭഗവാനിൽ, ആ ഭഗവാനെ, ശ്രീഹരിയെ, ആ പൊന്നുഗുരുവായൂരപ്പനെ ഉള്ളിൽ അങ്ങോട്ട് നിറയ്ക്കുക. ഗുരുവായൂരപ്പൻ്റെ മഹിമാനുഗുണം വാസുദേവാനുചിന്തയാത് എന്നിവിടെ ഒരു ശ്ലോകത്തിൽ ഇനി പറഞ്ഞു തരും അല്ലേ? വാസുദേവൻ്റെ ചിന്തയിൽ വാസുദേവ പരാഗതി, ആ വാസുദേവന് അല്ലാത്ത മറ്റൊരു ഗതിയില്ല എന്നുള്ള ആ ബോധത്തിലേക്ക് നമ്മളങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെന്തായി? നമ്മളും എപ്പോഴും ജാഗ്രതയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അദ്വിതീയമായ വസ്തുവാണ് ആത്മാവ്. അത് രണ്ടല്ല, വേഗമേവാദ്വിതീയം ബ്രഹ്മ അല്ലേ? സർവം ഗല്ലിതം ആത്മാ. ഇവിടെ എന്തുണ്ടോ അതൊക്കെ അതാണ്. പിന്നെ എന്തിന് നാം അതിനെ വിടുന്നു? ഉള്ളതിനെ വിട്ടിട്ട് ഇല്ലാത്തതിനെ തേടുകയാണ് നമ്മൾ. പിന്നെ നമുക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ല. ഉള്ളതിനെ വിട്ടാൽ പിന്നെ സ്വസ്ഥതയുണ്ടോ? ആലോചിക്കൂ. ഇല്ല. കയ്യിൽ കിട്ടിയിരിക്കുക. നമ്മളിൽ ഉള്ളതിനെ നമുക്ക് താലോലിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഓമനിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പരിലാളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാവുമോ? നിങ്ങൾ പറയണ ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എത്ര 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 സാധനാക്രമങ്ങളിലേക്ക് പോയാലും പിന്നെയും കുറച്ച് ബാക്കി. ഇവിടെ എന്താ ബാക്കി? ദുഃഖം അല്ലേ? ആവലാതി, വേവലാതി, വ്യാധി അല്ലേ? അല്ല, ആദി. അതെന്തിന് കാരണമാവും? വ്യാധിക്ക് കാരണമാവും. അതുകൊണ്ട് ഗഡേ ഭിന്നേ യഥാകാശ ആകാശസ്യാൽ യഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മസംബന്ധ്യതേ പുനാ. ഇതുറപ്പിക്കണം എന്നാണ്. എങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാകാശം, അത് ഒരു കുടത്തിലാക്കിയാൽ ഘടാകാശം എന്ന് പറയും അല്ലേ? പക്ഷേ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഘടാകാശമില്ല. അപ്പോഴും എന്ത് പൂർണ്ണമായി നിൽക്കുന്നു? മഹാകാശം പൂർണ്ണമായിട്ട് തന്നെ നിൽക്കുന്നു. ഇതുപോലെ ജനനത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കുമ്പോൾ, അജ്ഞാനമാണ് ഇവിടെ എന്ത്? കുടം. ആ അജ്ഞാനം നശിക്കുമ്പോൾ ജ്ഞാനമുണ്ടാവുന്നു. ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ മഹാകാശമാണേത്? ആത്മാവ്. ആ ആത്മാവ് നമ്മളിൽ ബോധത്തോടു കൂടിയിട്ട് നിൽക്കുന്നു. അതിനെന്ത് വേണം? അവിദ്യ. വീണ്ടും ആ ശ്ലോകത്തിലൂടെ അതേ പറഞ്ഞിരുന്നുള്ളൂ. അജ്ഞാനത്തെ നശിപ്പിക്കണം. അജ്ഞാനത്തെ നശിപ്പിക്കാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. അപ്പോൾ കുടമുണ്ടായപ്പോൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആകാശം നമുക്ക് ഘടാകാശമായി തോന്നി. കുടമുടഞ്ഞപ്പോൾ ആ തോന്നലും നീങ്ങി. എങ്ങു നിറഞ്ഞിരിക്കുന്ന ആകാശം മാത്രമേ ഉള്ളൂ എന്ന അനുഭൂതി ഉണ്ടായി. ഇതുപോലെ ശരീരമുണ്ടായപ്പോൾ എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നും വേറെയാണ് ശരീരം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായി. ഒന്ന്. രണ്ടാമതോ, ശരീരത്തിലാണ് ആത്മാവിരിക്കുന്നത് എന്നുള്ളൊരു ബോധവും ഉണ്ടായി. എന്നാൽ നമ്മളിൽ ജ്ഞാനം വർദ്ധിക്കും തോറും ആ ഘടാകാശ തത്വം നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോവും. മനസ്സിലാവുണ്ടോ പറയുന്നത്? ഇല്ലേ? അതങ്ങോട്ട് പോയി കിട്ടും. അത് പോയി കിട്ടിയാൽ എന്തായി? പിന്നെ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് ബ്രഹ്മം. അപ്പോൾ ശരീരം നശിച്ചാലേ ബ്രഹ്മം ശേഷിക്കുന്നുള്ളൂ. ആത്മാവിന് വേണ്ടിയിട്ട് മനസ്സ് തന്നെയാണ് ദേഹം, കർമ്മം, ഗുണം മുതലായവയെ സൃഷ്ടിക്കുന്നത്.
ഈ ദേഹം, കർമ്മം, ഗുണം തന്നെയാണ് ഏതിനെ സൃഷ്ടിക്കുന്നത്? ശരീരാദികളെ സൃഷ്ടിക്കുന്നതും. മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു വരും, ദേഹം, കർമ്മം, ഗുണം എന്നിവ ശരീരാദികളെ സൃഷ്ടിക്കുന്നു. ആ ശരീരം ഞാനാണെന്ന് ഉറപ്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ സുഖാനി കർമാണി കരോതു എന്നാണ് ചോദ്യം വന്നത്, അല്ലേ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഗുരുനാഥ, പക്ഷേ സുഖത്തിനേക്കാളേറെ ദുഃഖമാണ് കിട്ടുന്നത്. അതിന് കാരണമെന്ത്? അപ്പോളാണ് പറഞ്ഞത് എന്ത്? ഗുണം, കർമ്മം, ദേഹം എന്നിവ കൊണ്ടാണ് ശരീരം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളോട് കൂടിയിട്ടാണ് ശരീരം ഉണ്ടായിട്ടുള്ളത്. അത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മുതലായിട്ടുള്ള അവസ്ഥാത്രയങ്ങളെ സ്വീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ശരീരത്തിൽ ബോധമുണ്ടാവുമ്പോൾ എന്തായി? ശരീരമാണ്, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള ബോധം വരും. ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള ബോധം വന്നാലോ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങൾ ഉണ്ടാവും. കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങൾ ഉണ്ടായാൽ അത് അഹങ്കാരത്തിന് കാരണമായി തീരും. അഹങ്കാരം എന്തിന് കാരണമായി തീരും? അവിദ്യയ്ക്ക്, അജ്ഞാനത്തിന് കാരണമായി തീരും. അജ്ഞാനം പെരുകിയാലോ സ്വതസിദ്ധമായിട്ടുള്ള സത്വം നമ്മളിൽ പിന്നെ നിലനിൽക്കില്ല. എത്ര നിസ്സാരം! വിട്ടോളൂ, നീ ബോധം വേണ്ട. ഈ കൊല്ലത്തോടു കൂടി ഇന്ന് അവസാനിക്കുകയാണ്, അല്ലേ? ഇന്നത്തോടു കൂടി ദേഹബോധവും പോട്ടെ. അതിന് ബ്രഹ്മോപദേശം പോലെ ഭാഗവതം അതാ, അല്ലേ, നമുക്ക് വഴികാട്ടിയായി മാറട്ടെ. പിന്നെ അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? എണ്ണ, വിളക്ക്, തിരി, അഗ്നി ഇവയുടെ സംയോഗം ഇരിക്കുന്നത് വരെയും എന്തുണ്ട്? ദീപത്തിന് ദീപ്തം ഉണ്ടാവും. ഇപ്പോൾ ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അതിൽ വിളക്കുണ്ട്, എണ്ണയുണ്ട്, തിരിയുണ്ട്. എണ്ണയും തിരിയും കഴിഞ്ഞാൽ അഗ്നിയിൽ ദീപം ലയിക്കുന്നത് പോലെ ആത്മാവിന് ദേഹത്തിൻ്റെ സംബന്ധം കഴിഞ്ഞാൽ എന്തായി? അത് വിട്ടു. അപ്പോൾ ദേഹത്തിൻ്റെ സംബന്ധം ഇരിക്കുന്നത് വരെ മാത്രമേ സംസാരമുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സംസാരമില്ല. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം ഇവയുടെ വികാസം ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആത്മാവ് ജീവസ്വരൂപേണ പ്രകടമായി തീരുന്നത്. ആത്മാവ് ജീവസ്വരൂപേണ പ്രകടമായി തീരുന്നത്. അപ്പോൾ സത്വഗുണത്തിൽ നിന്നും വിട്ടുപോകണം എന്നർത്ഥം. എന്നിട്ട് എവിടെ എത്തണം? നിർഗുണത്തിലേക്ക് എത്തണം. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ചിലവരെ കുറിച്ച്, അതൊരു നിർഗുണ ബ്രഹ്മം പോലെയെന്ന്, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇളക്കമില്ലാത്തതാണ് നിർഗുണ ബ്രഹ്മം, അല്ലേ? അനാവശ്യമായിട്ട് ഒന്നും ഉരിയാടാത്തതാണ് എന്ത്? നിർഗുണ ബ്രഹ്മം. കൃത്യമായിട്ട് മനസ്സിലാവാത്തതാണ് എന്ത്? നിർഗുണ ബ്രഹ്മം. എന്നാൽ അനുഭവിച്ചറിയാനും പറ്റും. ഇതന്നെ നമുക്ക് ഭാഗവതാകാരനും പറഞ്ഞു തന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതും 3 കാലത്തിലും ഉള്ളതുമായ സത്വരജതമോ ഭേദഗുണങ്ങളെ ഭേദിച്ചതുമായിട്ടുള്ള ആ ശക്തിയെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാ ബ്രഹ്മമായിട്ട് കണ്ടുകൂടാ എന്നെ? ഭഗവാൻ നമ്മളോട് അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്ന് ബ്രഹ്മമായി കാണുമോ? ആ ഗോപന്മാർക്ക് തോന്നി ഞങ്ങൾ ബ്രഹ്മത്തെ തൊട്ടു അല്ലേ? അല്ലെങ്കിൽ തൊടണം അഹംപൂർവം. അപ്പോൾ ഭഗവാന്റെ കൂടെ നമ്മൾ സന്തത സഹചാരികളായി തീർന്നാൽ ഭഗവാൻ നമുക്ക് ആ ബോധം വളർത്തും. നമ്മൾ സന്തത സഹചാരികളാവണം. ഗുരുവായൂരപ്പൻ്റെ കൂടെ നടക്കുന്നവരാവണം. ഗുരുവായൂരപ്പനെ താലോലിക്കുന്നവരാവണം. ഗുരുവായൂരപ്പനെ മടിയിൽ വയ്ക്കുന്നവരാവണം. ഗുരുവായൂരപ്പനെ എടുത്തു നടക്കുന്നവരായിരിക്കണം. ഗുരുവായൂരപ്പന് ഉരുട്ടിക്കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ ഇപ്പോൾ ദേഹാദികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവോ അതൊക്കെ ഗുരുവായൂരപ്പനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേഹത്തിൻ്റെ സംബന്ധം പിന്നെ നമ്മളിൽ ഇരിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കില്ല? സംസാരം സംഭവിക്കില്ല. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് 3 ഗുണങ്ങൾ നീങ്ങിയാൽ എണ്ണ തീർന്ന വിളക്കിലെ ദീപം കാണാൻ സാധിക്കാത്ത അഗ്നിയിൽ ലയിച്ച് ഒന്നായി തീർന്നു. എപ്പോഴാണ് അത് സാധിക്കാതിരിക്കുന്നത്? അഗ്നിയിൽ ലയിച്ച് ഒന്നായി തീർന്നപ്പോൾ. അതുപോലെ മനസ്സിൽ
കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ വികസിച്ച് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥാത്രയങ്ങളെ സ്വീകരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ പ്രപഞ്ചബോധം ഉണ്ടാകുന്നത്. ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അതിനെ വിടുക. ഏറ്റവും അദ്വിതീയമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് ഞാൻ എന്നുള്ള ബോധം നമ്മളിൽ വളർത്തുക. അത് വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷിത്തേ എന്ന് പറഞ്ഞു തന്നു. ഇനിയും പറഞ്ഞു തരികയാണ്. എന്തൊക്കെ നമ്മളിൽ ബോധമുണ്ടോ അതൊക്കെ മാറ്റിത്തരികയാണ്. ജന്മമരണങ്ങൾ ദേഹാധ്യാസത്തിലാണ് കാണുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നാം ശരീരമല്ല ആത്മാവാണ് എന്ന് ഉറപ്പിക്കുവാനായിട്ട് അടുത്ത ശ്ലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് തന്നെയാണ് പരീക്ഷത്തിന് ആരുപദേശിക്കുന്നത്? ശുകബ്രഹ്മർഷി ഉപദേശിക്കുന്നത്. അല്ലാത്ത മറ്റൊന്ന് ഉപദേശിക്കുന്നില്ല. ആ ഉപദേശത്തിൽ നിന്നും മൂഢന്മാർ ധരിച്ചു വയ്ക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ മൂഢന്മാരിലുള്ളത് എന്താണ്? ശരീരാസക്തി അല്ലേ? ഇന്ന് കലികാല വർണ്ണന നമ്മൾ കേട്ടു. കലികാലത്തിലെ ഏറ്റവും വളരെ വലിയൊരു പ്രത്യേകത എന്താണ്? ശരീരാസക്തി. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഭഗവാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അതിന് വഴിയുണ്ട്. ആ ശരീരാസക്തി മാറാൻ വഴിയും ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. നാമസങ്കീർത്തനം യസ്യ. അതുകൊണ്ടാണ് വാസുദേവാന് ചിന്തയാത് എന്ന് പറഞ്ഞു തന്നത്. വാസുദേവ ചിന്തയിൽ അങ്ങോട്ട് മുഴുകിക്കളയുക. അപ്പോൾ പിന്നെ മറ്റൊന്നും തന്നെ അവിടെ നിലനിൽക്കുകയില്ല. നമ്മൾ അതിൽ നിന്ന് വേറിട്ട് പോവും. അതിനെ വീണ്ടും പറഞ്ഞു കൊടുത്തു. എന്ന് വെച്ചാൽ ആത്മാവിൽ അന്യനല്ല ജീവാത്മാവ്. ആ ജീവാത്മാവിന് പരമാത്മാവിന് ഉപാധികളൊന്നും തന്നെയില്ല. ഉപാധികളിൽ ഹിതമായ ചൈതന്യത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജീവാത്മാവെന്ന് വിളിക്കുന്നത്. എന്നാൽ ഉപാധികളിൽ ഹിതമല്ലാത്തതിനാണ് എന്ത് വിളിക്കുന്നത്? ആത്മാവെന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ആകാശം സർവ്വവ്യാപിയാണ് അല്ലേ? എന്നാൽ ആ ആകാശത്തിനോട് എന്തിനോടെങ്കിലും ചേർച്ചയുണ്ടോ? ഒന്നിനോടും ചർച്ചയില്ല. 24 ഗുരുക്കന്മാർ കേട്ട് കഴിഞ്ഞു. ഇതുപോലെ എത്രയെത്ര കോടാനുകോടി ദേഹങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിൽ എടുക്കേണ്ടി വന്നാലും എടുക്കുന്നതാര്? ഒരേ ഒരു ആത്മാവ്. ആ ആത്മാവിന് ആ ദേഹങ്ങളോടൊന്നും എന്തില്ല? ഒരു ദേഹസംബന്ധവും ഇല്ല. ഏതുപോലെ? ഇപ്പോൾ പറഞ്ഞ തിരി കെടുന്നത് പോലെ. അപ്പോൾ ഉപാധിയിലൂടെ പ്രകടമായത് എന്താണ്? അതിനെന്താ വിളിക്കുക? വൃഷ്ടിപ്രകാശം എന്ന് വിളിക്കും അല്ലേ? ഉപാധികളിലൂടെ പ്രകടമല്ലാത്തത് എന്താണ്? സമഷ്ടിപ്രകാശമാണ്. ആ സമഷ്ടിപ്രകാശ സ്വരൂപേണയാണ് ഏത് വർത്തിക്കുന്നത്? ആത്മാവ് നമ്മളിൽ വർത്തിക്കുന്നത്. ആത്മാവിൽ നമ്മൾ വർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ദേഹം വർത്തിക്കുന്നത്. അല്ലാതെ ദേഹത്തിലല്ല എന്ത് വർത്തിക്കുന്നത്? ആത്മാവ് വർത്തിക്കുന്നത്. ഇതുപോലെ ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം മുതലായവയുടെ വിശേഷാൽ പ്രകടമാവുന്ന ജീവാത്മതത്വം എന്നുള്ള ആ ഉപാധികൾ നശിക്കുന്നതോടെ പരമാത്മതത്വത്തിൽ എത്തും. ജീവാത്മതത്വം പരമാത്മതത്വത്തിൽ നിന്ന് ഭിന്നമായിരിക്കില്ല. അപ്പോൾ ഭിന്നമായിരുന്നില്ല, ആയിരുന്നതുപോലെ തോന്നി. ഇപ്പോൾ എന്തായി? ആത്മതത്വം ഉറപ്പിച്ചപ്പോൾ ആ ഉപാധിയുടെ തോന്നൽ പോയി. അപ്പോൾ നമ്മൾ ആരല്ലാതായി മാറും? ദേഹമല്ലാതായിട്ട് മാറും. അതിനാണ് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്നുള്ള ശ്ലോകത്തെ അവിടെ വെച്ചത്. അപ്പോൾ മരിച്ചവർക്കെല്ലാം മുക്തി ലഭിക്കില്ല. അങ്ങനെ ചിന്തിക്കേ വേണ്ട. സംസാരം വിട്ടൊഴിഞ്ഞാൽ മാത്രമേ മുക്തി ലഭിക്കുള്ളൂ. ഒരുവൻ്റെ മരണത്തോടെ, അതിനെന്താ കാരണം? മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഒരുവൻ്റെ മരണത്തോടെ അവൻ്റെ സ്ഥൂലദേഹമേ നശിക്കുന്നുള്ളൂ, ലിംഗദേഹം നശിക്കുന്നില്ല. 5 പ്രാണങ്ങൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, ഇതാണ് 5 പ്രാണങ്ങൾ. 5 പ്രാണങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്,
ത്വക്ക്, നാക്ക്, ചെവി. 5 കർമ്മേന്ദ്രിയങ്ങൾ: കയ്യ്, കാല്, പായു, ഉപസ്ഥം, വാക്ക്. പിന്നെയോ ബുദ്ധി, മനസ്സ്. ഇങ്ങനെ 17 തത്വങ്ങളോട് കൂടിയതാണെന്ത്? ലിംഗശരീരം. നോക്കിക്കോളൂ, ഈ 17 തത്വങ്ങൾ നശിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചു ഒക്കെ നശിച്ചു എന്ന്. പെട്രോൾ ഒഴിച്ചിട്ടാണേ പോയതേ, അല്ലേ? പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി, അല്ലെങ്കിൽ ഇലക്ട്രിക്കലാണ് ഉണ്ടായതേ. പേടിക്കണ്ട, എങ്ങനെ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. എന്തു വിചാരിച്ചു? എല്ലാം പോയി. ഒന്നും പോയില്ല. സ്ഥൂലദേഹം മാത്രം നമ്മളെ വിട്ടുപോകും. എങ്ങനെ അല്ലെങ്കിൽ പറയൂ. ദേഹമാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് നാം വിട്ടുപോയില്ല എങ്കിൽ, കർമ്മം നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, മോഹൈക വലയത്തിൽ നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും. പാടേണ്ടി വരും ഭഗവാനോട്. ഐഹികമായ സുഖത്തിലയ്യോ കൃഷ്ണ, അയ്യോ എനിക്കൊരു മോഹമില്ല. പാടുകയൊക്കെ ചെയ്യും അസലായിട്ട്. ഗുരുവായൂർ അമ്പലത്തിൽ എന്നാൽ ആദ്യം എങ്ങടാ പോവുക? ക്യൂ നിന്ന് വല്ലതും കിട്ടിയിട്ട് പോവുക. ഇനി അവിടെ ചെന്നാൽ എത്ര ക്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പ്രസാദം, അല്ലേ? പിന്നെ ഭഗവാന്റെ അടുത്ത് കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് ചൊല്ലിയത് ഇതാണ്: ഐഹികമായ സുഖത്തിൽ ഒരു ബന്ധം ഉണ്ടാവരുത്. പക്ഷേ ഭക്ഷണത്തിനുള്ള ക്യൂ കണ്ടപ്പോൾ തുടങ്ങി ജഠരാഗ്നി തിളയ്ക്കാൻ. അപ്പോൾ വിശപ്പായി, അല്ലേ? 9 മണിക്കാണ് ഒരു മസാല ദോശ രാമകൃഷ്ണ ഇന്ന് കഴിച്ചതേ. 10 മണിക്കാണ് ക്യൂവിൽ പോയി കയറുന്നത്. വീട്ടിലാണെങ്കിൽ ഇതുണ്ടോ? 1 മണിയായാലും ആയിട്ടുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അങ്ങനെ ഈ മോഹം അവശേഷിക്കും. മോഹം അവശേഷിച്ചാലോ സ്ഥൂലദേഹം അങ്ങോട്ട് പോവും, ലിംഗദേഹം പോവില്ല. ആ ലിംഗദേഹം ഏതൊക്കെയെന്ന് മനസ്സിലായില്ലേ? കത്തിയ കണ്ണ് പോയിന്നാണ് നമ്മളെ വിചാരം. അതാണോ കണ്ണ്? അല്ല. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമുളവാനെന്തുമെന്തു ഹരി നാരായണായ നമ. കണ്ണിന് കണ്ണാകുന്ന അകക്കണ്ണ് തുറന്ന് ആ അകക്കണ്ണിൻ്റെ നാഥനായിട്ടുള്ള ഭഗവാനെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രം ഈ കാണുന്ന കണ്ണ് മാത്രം പോവും. പക്ഷേ കണ്ണിൽ ചൈതന്യമായിട്ട് നിൽക്കുന്ന ആത്മാവ്, അല്ലേ? ഈ കണ്ണിൻ്റെ ചൈതന്യം ആരാണ്? ഈശ്വരൻ. കാതിൻ്റെ ചൈതന്യം ആരാണ്? ഈശ്വരൻ. സകലതിൻ്റെയും ചൈതന്യം ഈശ്വരൻ. ആ ആത്മാവിനും മുക്തി കിട്ടണം. കാഞ്ഞിരമുട്ടിക്ക് വായിച്ചാലൊന്നും ആത്മാവിന് മുക്തി കിട്ടില്ല. അതിന് കുടുങ്ങി ചിരിച്ചോണ്ട് കാര്യമില്ല. കാഞ്ഞിരമുട്ടി പറ്റില്ലെങ്കിൽ പിന്നെ ചെമ്പായി, അല്ലേ? ഇല്ലെങ്കിൽ വെള്ളിയായി, അവസാനം സ്വർണ്ണമായി. സ്വർണത്തിക്കും പോരില്ല ഈ സാധനം. എന്തു ചെയ്യും? വെറുതെ പണം ചിലവാക്കുക എന്നല്ലാതെ സംഭവം പോയിട്ടുണ്ടാവില്ല. പിന്നെ ഒന്ന് ഉരുട്ടി പരത്തി ഒരു പിടി വാരി വെച്ച് അതിന്നൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചാൽ നോക്കിയാൽ പറയും പോയിട്ടില്ല, അടുത്തതും ചെയ്യണമെന്ന്. പക്ഷെ എന്ത് ചെയ്താൽ മതി? ഭാഗവതം അനുവർണ്യതേ, അല്ലേ? ഭാഗവതം അനുവർണിച്ചാൽ ആ പ്രേതാത്മാവും വിട്ടുപോകും. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിന് കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ബാഹ്യ ഉപകരണം മാത്രമാണ് മാംസ അസ്ഥിസ്വരൂപമായിട്ടുള്ള, അല്ലേ, രുധിര കഫ രേതസ് നിറഞ്ഞ ഈ ലിംഗശരീരം, അതെ, ഈ സ്ഥൂല ശരീരം. സ്ഥൂല ശരീരം ജീർണിച്ചു പോയാൽ സൂക്ഷ്മ ശരീരം വലിച്ചെറിഞ്ഞ് വേറെ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കും. അതാണെന്ത്? മരണം. അതുകൊണ്ട് തക്ഷകൻ നിന്നെ കടിക്കാൻ വരുമ്പോൾ ആ തക്ഷകൻ പോലും ആരായിത്തീരും? ആത്മാവായിത്തീരും. എത്ര ശക്തമായ ഉറപ്പ കൊടുക്കണത് അറിയോ? തക്ഷകൻ പോലും ആത്മാവായി
തീരണം, ആ ബോധത്തിലേക്ക് ഉയരണം. അപ്പോൾ പുനർജന്മമില്ല. വ്യക്തിയുടെ ഓരോ ജന്മത്തിലും മാറി മാറി വരുന്ന സൂക്ഷ്മ ശരീരം, ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും പ്രാണങ്ങളും മാറുന്നില്ല. മരണത്തോടു കൂടിയിട്ട് ഉപാധികളെല്ലാം നശിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മരണത്തോടു കൂടിയിട്ട് സായുജ്യ മുക്തിയും നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 3 ദേഹങ്ങളും ഇല്ലാതായി തീർന്നാൽ മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുള്ളൂ. അതിനെന്ത് വേണം? നല്ലൊരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോവാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൃശ്യമായ ശരീരം താനാണെന്ന് ധരിക്കുന്നതാണ് സംസാരം, അല്ലേ? ആണ്. ഇതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ. കാരണം ഇതൊക്കെ എത്രയോ കാബിലത്തിലൂടെയും ബാക്കിയുള്ളതൊക്കെ കേട്ടു. ഈ തത്വത്തെ വിവേചിച്ചറിയലാണ്. അതിനെന്ത് പറയും? അനുമാന യുക്തി എന്ന് പറയും. ശൃംഗികുമാരൻ പരീക്ഷത്തിനെ ശപിച്ച സമയം ഒന്ന് ഓർക്കുക നമ്മൾ. അപ്പോൾ ശ്രീ പരീക്ഷത്തിൻ്റെ ബോധം എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. ഇത്ര ദിവസം കേട്ടതിലൂടെ ശൃംഗി പരീക്ഷത്തിനെ ശപിച്ചു. അപ്പോൾ പരീക്ഷത്തിൻ്റെ ബോധം എന്തായിരുന്നു? പരീക്ഷത്ത് പാമ്പിനെ കൊണ്ടുപോയിട്ടു. അപ്പോൾ പരീക്ഷത്തിൻ്റെ ബോധം എന്തായിരുന്നു? ഞാൻ ശരീരമാണ് എന്നുള്ള ബോധം, അല്ലേ? ഇപ്പോൾ പരീക്ഷത്തിൻ്റെ ബോധം എന്തായി? ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധമായി. ദശന്തം തക്ഷകം ഏവം സമീക്ഷ്യന്നാത്മാന ആത്മന്യാഥായ നിഷ്കളെ ഈശ്വരേ സർവഭൂതാനാം ഹൃദ്ദശോർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി എത്രാരൂഢാനി മായയ. ഇതൊക്കെ ഇതിനെ ചൊല്ലുന്ന വാക്കുകളാണ്. കാമക്രോധാദികളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. വിവേകിയായ ഒരുവന് അഹം എന്ന അഭിമാനം കുറഞ്ഞു വരുന്നതിനാൽ സ്ഥൂലദേഹത്തിലുള്ള മമതാബുദ്ധിയും പോകുന്നു. ക്രമേണ അമാനിത്വം, അദമ്പിത്വം മുതലായ ഗുണങ്ങൾ സമ്പാദിച്ച് വേദാന്താർത്ഥ വിചാരം ചെയ്ത് തനിക്ക് ഉപാധിയായി നിൽക്കുന്ന അഹങ്കാരാദി സൂക്ഷ്മ ശരീരം ആത്മാവിൻ്റെ ഉണ്മ കൊണ്ട് ഉള്ളതായി തീർന്നതാണെന്നും അതിന് ഉണ്മയില്ലെന്നും അറിയണം. അങ്ങനെ അറിയാൻ ചിദ്രൂപാത്മകമായിട്ടുള്ള ആ സർവേശ്വരൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇനിയും ഭാഗവതാദി പുരാണങ്ങൾ തത്വാത്മകമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെയും ഗുരുഭൂതരുടെയും പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സമുദ്ഭവോ ഭഗവൻ കൃഷ്ണായ ദത്തം മന. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേ തത്. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.